അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഫയലിലോട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ട്രീയും പ്ലാന്റ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിനൊന്നും കൂടി ഭംഗി വരുത്തും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ഒരു ഭാഗത്ത് 1, 2 ട്രീ ഒക്കെ ആഡ് ചെയ്യാൻ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ കണ്ടന്റ് ലൈബ്രറിയിൽ നമ്മുടെ നാച്ചുറൽ പോയിട്ട് വീണ്ടും ഞാൻ പ്ലേസിൽ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ട്രീ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് കൊടുക്കാം. നമ്മൾ ട്രീ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാമറ വരുന്ന ഭാഗത്തേക്ക് നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ അത് ട്രീ ആയിട്ടും കാണും. ഓക്കെ, ഇവിടെ കൊടുത്ത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു ട്രീ കൂടെ. നമുക്ക് വേറെ ട്രീ കുറച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രീ വേണ്ട. ഇതിൽ നമുക്ക് വേറെ കാറ്റഗറിയിലൊക്കെ നോക്കട്ടോ. ഇതിൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ പിന്നെ ഓരോരുത്തരെയും കലാപരമായിട്ടുള്ള കഴിവനുസരിച്ചിരിക്കും ഇങ്ങനെയാണ് അതിന്റെ സെറ്റ് ചെയ്യുന്നതൊക്കെ. ഇവിടെ ഇങ്ങനെ കൊടുത്ത് അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ പ്ലാൻസ് ഒന്നും ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമ്മളെ ഇതൊക്കെ കൊടുക്കാൻ കഴിയും, ബുഷ് ഒക്കെ കൊടുക്കാൻ കഴിയും. നമുക്ക് കാറ്റഗറിയിൽ ചെക്ക് ചെയ്താൽ ഇവിടെ കിട്ടും, ഇതുണ്ടാവും. ഇതൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഇതിലുണ്ട്. ഇങ്ങനത്തെ കൂടി നിൽക്കുന്നത് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ കൊടുക്കാം. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഓരോന്ന് ഇങ്ങനെ കൊടുത്തു പോവാം. ഇവിടെ കൊടുത്ത് ഹോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതല്ല നമ്മുടെ മറ്റേ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മാസ് പ്ലേസിംഗും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യണം, സോറി 1 by 1 ആയി സെലക്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്തിട്ട് എനിക്കിവിടെ കുറച്ച് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു. ഈ രീതി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണേ. ഇങ്ങനെ നമുക്ക് ഓരോ സിംഗിൾ ക്ലിക്കിൽ പ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് പ്ലേസിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇവിടെ ഇങ്ങനെ അത് പ്ലേസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതേമാതിരി ഉണ്ട്. ഇതിൽ ഈ കാറ്റഗറിയിൽ 2 വീണ്ടും ഉണ്ട്. ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും മാസ് സ്പേസിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. നമുക്ക് വേണ്ട നമ്മൾ കൊടുക്കുക അതിനനുസരിച്ച് ഇവിടെ കൊണ്ടുപോകും. ഇത്രയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിനൊന്നും കൂടി പിന്നെ ഐറ്റം കൂട്ടി കൊടുക്കാം. ഇങ്ങനെ നോക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും.
അതുപോലെ തന്നെ ഞാൻ ഇവിടെയും സെയിം തന്നെ കൊടുക്കുകയാണ്. ഒന്ന് ഞാനിവിടെ വന്നിട്ട് അത് ഓക്കെ പ്രസ് ചെയ്യുക. മാസ് പ്രൈസ് കൊടുത്തിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഒന്ന് കുറച്ച് കൊടുക്കണം. അങ്ങനെ 1-2 ട്രീയും കൂടി ഇതിലൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇത് വേണ്ട, ഇത് വേറെ കാറ്റഗറിയിൽ പോവാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, ഞാൻ ഇത്ര കൊടുത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഇതിൽ വന്നിട്ട് ഓക്കെ, ഇങ്ങനത്തെ ഗതിയിൽ കിട്ടും. ഇങ്ങനത്തെ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ മരത്തിന്റെ പീസ് ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ സ്റ്റോണ് ഈ ഒരു എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു പ്ലേസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും ക്യാമറ മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത ട്രിക്കും കാര്യമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് വ്യൂയിൽ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ പിന്നെ ട്രീ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊണ്ട് ഇതിന്റെ ബിൽഡ് മോഡിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ഈ ഒരു പീസ് ഇവിടെ ഓവർലാപ്പ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം. കുറച്ച് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ടും മാക്സിമം നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ നല്ല ഭംഗിയാക്കി എടുക്കാം. ഇതിനെ ഞാൻ കോപ്പി എടുക്കുകയാണ്. കൺട്രോൾ ആൾട്ട് ഹോൾഡ് ചെയ്യുക. സോറി, ഇവിടെ മൂവിങ്ങിലോട്ട് മാറുക. ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാണ്. കുറച്ച് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇത്ര ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറം ഭാഗത്തുള്ള ഇതിൽ ഇവിടെ നമുക്കൊരു ഒരു എൻവയറമെന്റ് സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് പ്ലെയിൻ നടത്തും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് കോക്കനട്ട് ട്രീ ഒക്കെ ആഡ് ചെയ്യുക. പാം ട്രീ ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ട്രീൻ്റെ അടുത്ത് വളരെ ഇത് കൂടുതലില്ല. അപ്പോൾ അത് ഇതിലെടുത്തിട്ട് അങ്ങനെ സിംഗിൾ ആയിട്ട് പ്ലേസ് ചെയ്യുക. ഇപ്പൊ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇവിടെ ഇറേസർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് പിന്നെ പെയിന്റ് മാർക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ വേറെ മിക്സ് ചെയ്തിട്ട് അത്ര ക്ലാരിറ്റി ഉള്ള ട്രീ അല്ല, എന്നാലും കുഴപ്പമില്ല, കൊടുക്കാം. നമുക്ക് നോക്കാം.
ഇങ്ങനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പിന്നെ നമുക്ക് കുറച്ച് ഓവറായിട്ടുണ്ട്. എന്തിനാണ് അതിന് ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളിപ്പോൾ പ്ലേസ് വരെ എടുത്ത് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഇങ്ങനെ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് അത് പോകും. മാനുവലായിട്ട് കുറച്ചുകൂടെ പ്രസ് ചെയ്യാം. വെച്ച് വേറെ ട്രീസ് ഒന്നും ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പോവാം. ഫ്രണ്ടിലോട്ട് നമുക്ക് കുറച്ച് ഇത് ആഡ് ചെയ്യാം. ഫ്രണ്ട് ഭാഗത്ത് ഞാനിവിടെ ഇതാണ് ഈ കോക്കനട്ട് ട്രീ ഇട്ട് ഇവിടെ പ്ലേസ് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ വേറെ മാക്സിമം ഇങ്ങനെ കൊടുക്കാം. നോക്കാം നമുക്ക് എങ്ങനെ വരുന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ഇതിന്റെ ഈ അടിഭാഗത്ത് എന്ത് ചെയ്യണം, നമുക്കൊരു ഒരു ഈ ഒരു ഇതാ അങ്ങനെ വീണ്ടും പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇതെടുത്തിട്ട് പിന്നെ മാസ് പ്ലേസിങ് കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ പ്ലേസ് ചെയ്യാണ്. ഇത് എൻവയറമെന്റ് നമ്മളെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കാം. പിന്നെ അടുത്തൊരു കാറ്റഗറിയിലോട്ട് പോവാം. ഇത് പിന്നെ നമ്മൾ നോക്കിയതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കൂടെ നോക്കാം. അപ്പൊ ഈ ഒരു എഡ്ജ് നമുക്ക് എന്തെങ്കിലും ശരിക്കും ഇത് ഇവിടെ നിന്ന് ഇത് ഈ ഒരു വ്യൂ നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ഈ ഒരു ഏരിയ നമുക്ക് ശരിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇതിൽ പോക്കെയാണ് കാണുന്നില്ല. ഇത് ഏകദേശം ക്ലിയർ ആയി. ഈ ഭാഗത്ത് നമുക്കൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ട്രീ ഇതിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിലെ കൊണ്ടുവരും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ അത് മാക്സിമം ചെയ്തു പോകാം. ഈ കാറ്റഗറിയിൽ ഇതില് ഇതിലെന്താ ഇത് ഈ ഒരു ഇതിൽ കുറെ ഐറ്റംസ് ഇങ്ങനത്തെ കാർഡ് മാതിരി അങ്ങനെ ഒന്നിച്ച് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഒരുപാട് വളരെ കൂടുതലായിട്ട് അത് പ്ലേസ് ആവില്ല. സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്യണം കുറക്കാം. വളരെ സ്ലോവിലായിട്ട് അത് ഇറേസ് ചെയ്ത് പോകും. നമ്മുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അനുസരിക്കും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതുപോലത്തെ നമുക്ക് ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പൊ ഞാന് ഇവിടെ പിന്നെ അത് വീഡിയോ കട്ടായി പോയി. ഞാൻ പറഞ്ഞുതരാം എന്താച്ചാല്. ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു പിന്നെ കാറ്റഗറി സിംഗിൾ ആയിട്ട് നമ്മള് പിന്നെ സിംഗിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നിച്ചെടുക്കരുത്. അതായത് നമുക്ക് മാസ് ആയിട്ട് പ്ലേസ് ചെയ്ത് സിംഗിൾ ആയിട്ട് പ്ലേസ് ചെയ്യണം. അങ്ങനെ ഞാൻ ഇവിടെ കുറെ ഇതേമാതിരി ഇവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലിക്കിൽ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതൊരു മെത്തേഡാണ്. നമുക്ക് ഇനിയിപ്പോ ഇതല്ലാണ്ട് നമുക്ക് ഒരു എൻവയറൺമെന്റ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് സിസ്റ്റത്തിലുള്ളതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വേറെ വീഡിയോയിലും കാണിച്ചു തരാം എങ്ങനെ ചെയ്യാം. ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ഒന്ന് നോക്കാൻ പോകുന്നു. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എന്താ ഇപ്പൊ ഏകദേശം എനിക്ക് ഇവിടെയൊക്കെ കവറായി വന്നിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ. ഇതിങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇതിൽ ഒരു എഫക്റ്റും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ എഫക്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം.